ഗൈസ്, നമ്മളിപ്പോൾ സിംഗപ്പൂരിൽ മാക്ഡോണൾഡ്സിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇന്നത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് സിംഗപ്പൂരിലെയും ഇന്ത്യയിലെയും വ്യത്യസ്തമായിട്ടുള്ള മെനു ട്രൈ ചെയ്യാൻ പോവാണ്. മാക്ഡോണൾഡ്സിൻ്റെ സ്പെഷ്യൽ മെനൂസ് ഉണ്ട്. അതെന്താണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം. കമോൺ ഗൈസ്. അപ്പോൾ ഇപ്പം ഞാൻ ആക്ച്വലി ഒരു മാക്ഡോണൾഡ്സിനാണ് ഉള്ളത് കേട്ടോ. ഈ മാക്ഡോണൾഡ്സ് ഇത് വെസ്റ്റ് കോസ്റ്റ് പാർക്കിലാണ് ഉള്ളത്. മാക്ഡോണൾഡ്സ് സിംഗപ്പൂരിൽ ഒത്തിരി ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇന്ത്യയിലും ഒത്തിരി ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഞാൻ പോയത് കോട്ടയത്തെ കുമാരനെല്ലൂരിലുള്ള ഔട്ട്ലെറ്റിലാണ് ഞാൻ പോയത്. നമ്മൾ സിംഗപ്പൂരിലെ പ്രിറ്റിയസ്റ്റ് ആയിട്ടുള്ള മാക്ഡോണൾഡ്സിലാണ് നമ്മൾ വന്നത് കേട്ടോ. അതായത് സിംഗപ്പൂരിലെ ആ ഒരു മാക്ഡോണൾഡ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. മാക്ഡോണൾഡ്സിൻ്റെ ആ ഒരു ബിൽഡിങ് അവിടെ ഉണ്ട്. അതിന് ചുറ്റും ജാപ്പനീസ് ടീ ഗാർഡൻ, പിന്നെ ബോൺസൈ ട്രീസ്, ടോർട്ടോയ്സ് പോണ്ട്, ഇങ്ങനെയെല്ലാം ഉള്ള അടിപൊളി ഒരു മാക്ഡോണൾഡ്സ് ആണ്. അപ്പം നിങ്ങൾ ആ ഒരു മാക്ഡോണൾഡ്സ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുവാ. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 11:30-ക്കാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് കാണിക്കാൻ പറ്റുന്നത്. ഒന്ന്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മെനുവും കാണിക്കാൻ പറ്റും, പിന്നെ ഇവിടുത്തെ ലഞ്ചിൻ്റെ മെനുവും കാണിക്കാൻ പറ്റും. ഇപ്പം നമ്മളിതുണ്ടല്ലോ, ഇവിടുത്തെ ആ നാട്ടിലൊക്കെ കാണുന്ന പോലെ അതേ ഒരു ബോർഡും തന്നെ ഓർഡർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ഓർഡർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈറ്റിൻ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ട്, ഈ മെനൂസൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നാട്ടിൽ ഇതൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വാട്ട്സ് ന്യൂ, പിന്നെ ബർഗർ, പിന്നെ കൂടുതലും മഫിൻസും, പിന്നെ സ്ക്രാമ്പിൾഡ് എഗ്ഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ മെന്യൂസ്. ഹാപ്പി മീൽ, എല്ലാ സംഭവങ്ങളുണ്ട്. അടിപൊളിയല്ലേ? നമുക്ക് ഇതിന് ഒരു ചായ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ആപ്പിൾ പൈ. നമ്മൾ ഇതൊന്നും അല്ല കേട്ടോ, നമ്മൾ ഇനിയും സംഭവങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യമേ ഓർഡർ ചെയ്തത് ഇത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ലഞ്ചിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അത് അവർ ഓപ്പൺ ചെയ്യും. ഇത് ആക്ച്വലി ആപ്പിൾ പൈ ആണ് കേട്ടോ. ഈ ആപ്പിൾ പൈ എന്ന് പറയുന്ന സംഭവം ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ താഴെ ഇങ്ങനെ പുഷ് ചെയ്താൽ മതി. താഴെ പുഷ് ചെയ്തിങ്ങനെ വരുമ്പോൾ കണ്ടോ, ഇതാണ് ആപ്പിൾ പൈ. ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നോ? ഓക്കെ, നമ്മൾ ഇനിയിപ്പം ലഞ്ച് നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി പോകുന്നു കേട്ടോ. നമ്മളിവിടെ ഇരുന്നാണ് കഴിക്കാൻ പോകുന്നത്. അപ്പം ലഞ്ചിൻ്റെ മെനൂസൊക്കെ ഇതാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പം എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു എല്ലാം മാറിയിട്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു ബർഗറും അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇവിടെ ബർഗറുണ്ട്, നഗറ്റ്സ്, വിങ്സ്, പിന്നെ ഇത് ക്രിസ്പി മാക്സ് സ്പൈസി ചിക്കനുണ്ട്, പിന്നെ ഷെയറിങ്, ഇങ്ങനത്തെ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ബോക്സുകളൊക്കെ നമുക്ക് ലഭിക്കാം. പിന്നെ മാക്സിവ് മീൽസ്, പിന്നെ ഹാപ്പി മീൽ, ഇത് സ്പെസിഫിക്കലി ഫോർ കിഡ്സ്. പിന്നെ റാപ്സ് ഉണ്ട്, പിന്നെ പൈ, ഫ്രൈസ്, പിന്നെ ഡിസേർട്ട്, പിന്നെ ഡ്രിങ്ക്സ്. അത് ഹോട്ടുണ്ട്, കോൾഡുണ്ട്, പിന്നെ മെക്കഫേ, അത് സ്പെഷ്യലായിട്ടുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സോസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പം നമ്മുടെ ഓർഡർ നമ്മൾ നോക്കട്ടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഈ ബർഗർ തന്നെ പല തരത്തിലുള്ളതുണ്ട് കേട്ടോ. ഇതെല്ലാ സ്ഥലത്തും ഇത് ഈ ഒരു വെറൈറ്റി ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും സിംഗപ്പൂർ ഇതൊക്കെയാണ് ഭയങ്കര കോമൺ. ഈ ഒരു മാക്സ് സ്പൈസി ഇതേപോലെ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു റൗണ്ട്
ഇതിൽ ഈ വെജിറ്റബിളൊക്കെ വെച്ച് ചിക്കനൊക്കെ വെച്ചിട്ട് കറക്റ്റ് ചെയ്തായിട്ട് കിട്ടുന്നത്. ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിത് മേടിക്കുന്നത്. ഇത് മാക്സ് സ്പൈസി മീലൊന്ന് മേടിച്ചു, പിന്നെ ഒരു മാക്സ് സ്പൈസി അലാക്കാട്ട്, പിന്നെ ഒരു ഡബിൾ മാക്സ് സ്പൈസി, അത് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ഇരിക്കുന്നതെന്ന്. പിന്നെ മാക്സ് ചിക്കൻ അപ്സൈസ് മീൽ, ഇത് രണ്ടും ലോറക്കിൻ ലൂക്കസിനും, പിന്നെ ഇത് എനിക്കും ഇത് നിഷയ്ക്കും. അങ്ങനെ ഒരു ഇതാണ്. ഏകദേശം നല്ല $32 ആയി കേട്ടോ. ഇത്രയും 4 ബർഗറും ഫ്രൈസും എല്ലാം മേടിച്ചിട്ട്. ഇവിടെ 2 തരത്തിൽ നമുക്കിത് കളക്ട് ചെയ്യാം. ഒന്നെങ്കിൽ ടേബിൾ സർവീസ്, അല്ലെങ്കിൽ ഐ വിൽ കളക്ട് ബൈ മൈസെൽഫ്. അപ്പം നമ്മൾ ടേബിൾ സർവീസാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടേബിൾ സർവീസിൻ്റെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് 21. അപ്പോൾ നമ്മളിത് 21 നമ്മൾ എടുക്കുക, പിടിച്ചു. അത് കഴിഞ്ഞിട്ട് 21 ഇവിടെ പ്രസ് ചെയ്യുക, ദെൻ കണ്ടിന്യൂ, ദെൻ യു മേക്ക് ദ പേയ്മെൻറ്റ്. ദാറ്റ്സ് ഇറ്റ്. അപ്പം നമ്മളിത് കാർഡ് നമ്മളിവിടെ ടാപ്പ് ചെയ്തു. ഓക്കെ, യുവർ ഓർഡർ നമ്പർ ഈസ് 74. അതുകൊണ്ട് നമുക്കിവിടെ റിസിപ്റ്റ് കിട്ടി. അത്രേ ഉള്ളൂ. നമുക്കിനി നേരെ അവിടെ സീറ്റിൽ പോയിട്ടിരിക്കാം. അവിടെയാണ് നമ്മൾ ഇരിക്കാൻ പോകുന്നത് കേട്ടോ. ഇതുണ്ടല്ലേ, നമ്മളിപ്പോൾ അവിടെ നിന്ന് ബില്ലെല്ലാം പേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം കൊണ്ട് നമ്മളിത് ടേബിളിൽ വെക്കണം കേട്ടോ. ടേബിളിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 10 മിനിറ്റ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തോന്നല്ലോ. താങ്ക് യു. ഇതുണ്ടോ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഹിമാലയൻ ടീ ഇതുണ്ട്. ഇതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം കേട്ടോ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ മാക്സ് സ്പൈസി. പിന്നെ ഇത് നമ്മൾ 2 മാക്സ് സ്പൈസിയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇത് 2 മാക്സ് സ്പൈസി നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഡബിൾ മാക്സ് സ്പൈസി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സിംഗപ്പൂരിൽ ഈ സാധനങ്ങളെല്ലാം ഡെലിവർ ചെയ്യുന്നത് ഇതുണ്ടെങ്ങനെയാണ്. ഇതാണ് മാക്സ് ചിക്കൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ട്രൈ ചെയ്യാം. ഫ്രൈസും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ലാർജ് ഫ്രൈസും ഇത് മീഡിയം ഫ്രൈസുമാണ്. ഓക്കെ, ഞാൻ ഈ മാക്സ് സ്പൈസി ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം നമ്മൾ രണ്ടും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, കാരണം 2 മാക്സ് സ്പൈസി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ, നോക്കി, നല്ല റൗണ്ടായിട്ടുള്ള ബർഗർ. പിന്നെ ഇത് ചിക്കൻ, നല്ല ക്രിസ്പി ചിക്കൻ ഇവിടെ. പിന്നെ ക്യാബേജ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് മാക്സ് സ്പൈസി എന്ന് പറയുന്നത്. മാക്സ് ചിക്കൻ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതെടുത്തിട്ട് ഞാനിതൊന്ന് വെക്കട്ടെ. മാക്സ് ചിക്കൻ ഞാൻ കാണിച്ചു തരാം. മാക്സ് ചിക്കൻ ഇങ്ങനെ ഒരു ചെറിയൊരു കവറിനകത്തായിട്ടാണ് വരുന്നത്. ഇതുണ്ടോ, ഇതാണ് മാക്സ് ചിക്കൻ എന്ന് പറയുന്നത്. മാക്സ് ചിക്കൻ്റെ ഈ ഒരു പാറ്റി അത് ആക്ച്വലി ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. അത് അത്ര ക്രിസ്പി ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഡബിൾ മാക്സ് സ്പൈസി ഞാൻ കാണിച്ചു തരാം. ഡബിൾ മാക്സ് സ്പൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുണ്ടോ, അതായത് ഇങ്ങനത്തെ 2 ചിക്കൻ ഇവിടെ വെച്ച് കാണിയിരിക്കും. അതേ ബർഗർ, അതേ സോഫ്റ്റ്നെസ്. ഇതുണ്ടോ, നോക്കി, നമ്മൾ കൈ വെക്കുമ്പോൾ തന്നെ അതങ്ങ് സോഫ്റ്റായിട്ട് പോകും. എന്നിട്ട് ഇത് നോക്കി, നല്ല ക്രിസ്പി. നോക്കി, ഈ കൈ ഇപ്പോഴത്തെ ഈ ബണ്ണേ വെക്കുമ്പോൾ ഇതുണ്ടാക്കും അത്രയും കുഴിഞ്ഞു വന്നു. എന്നിട്ട് ഇതൊരു അപാര ടേസ്റ്റ് ആട്ടോ. സിംഗപ്പൂരിലെ മാക്സ് സ്പൈസി ചിക്കൻ അതിഗംഭീരമായിട്ടുള്ള ടേസ്റ്റാണ്. സൂപ്പർ. പിന്നെ നമ്മുടെ ഈ ഒരു ഫ്രൈസും കൂടെ ഇട്ടത് അടിപൊളി ടേസ്റ്റ്. എനിക്ക് ഗൈസ് നോക്കാം, ഈ സോഫ്റ്റ്നെസ് ആണ് നമ്മളിവിടുത്തെ ബ്രെഡിന് വേണ്ടത്, ഈ ബർഗറിൻ്റെ ബ്രെഡിന് വേണ്ടത്. അടിപൊളിയല്ലേ? നമുക്കപ്പോൾ ഇത് മൊത്തം കഴിക്കാം. ഇപ്പോൾ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞു. ഇത് ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ആ ട്രേ കൊണ്ടുപോയി നമ്മളവിടെ വെക്കണം കേട്ടോ. ഞാൻ പോയിട്ട് ഇവിടെ ഈ കവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേക്ക് അവേ എടുക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് പോയിട്ട് ഒരു കവർ എടുത്തിട്ട് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഇതുണ്ട്, നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. യെസ്, എല്ലാവർക്കും ഡ്രിങ്ക്സ് ഉണ്ട്. ഓക്കെ, ബൈ. നമ്മൾ കോട്ടയത്തെ കുമാരനെല്ലൂരുള്ള ആ ഒരു മാക്ഡൊണാൾഡ്സ് ആണ് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്തത്. അതായത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ഞാൻ പോയത്.
അത് നല്ലൊരു അടിപൊളി മാക്ഡൊണാൾഡ്സ് ആണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, കാരണം അവിടെയുള്ള മെന്യൂസൊക്കെ എന്താണ്. നമ്മൾ സിംഗപ്പൂരിൽ പല മെന്യൂസും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും കോട്ടയത്തെ ആ ഒരു മാക്ഡൊണാൾഡ്സിൻ്റെ മെനു എന്താണെന്ന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പം നിങ്ങൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വാ. അപ്പോൾ ഞാനിവിടെ കോട്ടയത്തിനും പാലായ്ക്കും ഇടയ്ക്ക് കുമാരനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇതുകൊണ്ട് ഒരു മാക്ഡൊണാൾഡ്സിൻ്റെ റെസ്റ്റോറൻറ്റും ഉണ്ട്, പിന്നെ ഒരു ഡ്രൈവ് ത്രൂ ഉണ്ട്. അപ്പം നമുക്ക് നേരെ ഈ മാക്ഡൊണാൾഡ്സിൻ്റെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തോട്ട് നമുക്ക് പോകാം. ഇതുണ്ട്, ഇതിങ്ങനെ പുറത്ത് ഇതുണ്ട്, ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി സംഭവം ഇത്. ചെറിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം. ഇതുണ്ട്, ഇവിടെ ഒരു പുതിയൊരു ബർഗർ ഉണ്ട് കേട്ടോ. ശക്തമായ ക്രഞ്ച് എന്നാണ് ഇരിക്കുന്നത്. പിന്നെ ഇതുണ്ട്, നമ്മുടെ അതേ ഓർഡറിങ് സിസ്റ്റമൊക്കെയാണ് ഇവിടെ ഉള്ളത്. സ്റ്റാർട്ട് ഓർഡർ, പിന്നെ ഈറ്റിൻ, എന്തൊക്കെ മെനു ഉള്ളത് നോക്കട്ടെ. ഇത് വാല്യൂ മീൽസ്, ബർഗർ, ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ, സ്പൈസി ചിക്കൻ ആൻഡ് ബീൻസ്, ഫെസ്റ്റീവ് ഷെയറിംഗ് മീൽസ്, കോഫി, ഫ്രൈസ് ആൻഡ് സൈഡ്സ്, ഹാപ്പി മീൽസ്, ഡിസേർട്ട്സ്, കേക്ക്, മാക്സ് സെർവർ കോംബോസ്, കോണ്ടിമെൻറ്റ്സ്, നോ ഒനിയൻ നോ ഗാർലിക്. ഓക്കെ, നമുക്കെന്താ വേണ്ടതെന്ന് നോക്കട്ടെ. അപ്പോൾ ഇത് ഞാനൊരു മാക്സ് സ്പൈസി ചിക്കൻ ബർഗർ, അത് 189 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ വേറെ ആണുള്ളത്, ഇത് ഡബിൾ ഇതുണ്ടോ? ഡബിൾ അതിൻ്റെ അതെവിടെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നത്? ഇത് ഡബിൾ ഉണ്ട്, ഇത് ഡബിൾ ചിക്കൻ. അപ്പം മേക്ക് ഇറ്റ് എ മീൽ. ഇതാണെങ്കിൽ ഫ്രൈസ് വരും, ഇത് ഫ്രൈഡ് ചിക്കൻ. ഓക്കെ, ഇതിങ്ങനത്തെ ഒരു പീസ് വരുന്നുണ്ടല്ലേ? ഓക്കെ, എന്നാൽ ഇതൊരു സ്പൈസി ഒന്ന് എടുക്കുന്നു. ഓക്കെ, നമ്മുടെ അതേ ഡ്രിങ്ക്സ് ഒക്കെയാണ് കേട്ടോ ഉള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെ ഡ്രിങ്ക്സ് ഉള്ളത്. ഇത് ഇവിടുത്തെ പിന്നെ ഇന്ത്യയിലുള്ള ഡ്രിങ്ക്സുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കണ്ടോ. അപ്പോൾ ഇത് ഞാനൊരു ഹോട്ട് ചോക്ലേറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. ചീസ് ആഡ് ചെയ്യണ്ട. അപ്പോൾ ഇത്രയും ഇത് വരുന്നിട്ട്. ഓക്കെ, ഒരു പീസ് വരുന്നുണ്ട് 389 രൂപ. പിന്നെ വ്യൂ മൈ ഓർഡർ, പിന്നെ നോട്ട് ടുഡേ, വേണ്ട, നോട്ട് ടുഡേ. ഇത്രയാണ് വരുന്നത് കേട്ടോ. ഇത്രയും പേയ്മെൻറ്റ്സ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടെ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് കഴിഞ്ഞു. മൊബൈലില്ലെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, പ്രിൻറ്റ് ബിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇപ്പം ഞാൻ ഇവിടെ കൈയൊക്കെ ഒന്ന് കഴുകട്ടെ. ഇതുണ്ട്, ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് കൈ കഴുകാനുണ്ട്. ഈ മാക്ഡൊണാൾഡ്സ് എല്ലാ രാജ്യത്തും ഒരേ ലേ ഔട്ടും ഒരേ ഫുഡും ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പം നിങ്ങൾക്ക് ഇത് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ, സിംഗപ്പൂരിൽ എങ്ങനെയാണ് മാക്ഡൊണാൾഡ്സ് ഉള്ളതും പിന്നെ കേരളത്തിലെ മാക്ഡൊണാൾഡ്സ് എങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് ഫുഡ് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. അത് ടേബിളിൽ കൊണ്ടുതരും കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫെല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവർ നമ്മളിങ്ങനെ കയറി വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ പറയും എന്താ വേണം, ഇത് വേണോ, അത് വേണോ, പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഒരു വെൽക്കമിങ് ആണ് കേട്ടോ. ഈ ഡ്രൈവ് ത്രൂ എന്ന് പറയുന്നത് ഇതുണ്ട്, ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇതുണ്ടോ ഇവിടെ ഓർഡർ എടുത്തിട്ട് ഈ കെട്ടിടത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങി അപ്പുറത്ത് ഡെലിവറി ചെയ്യും. ഇപ്പോൾ ഇവിടെ സമയം എന്ന് പറയുന്നത് 3 മണിയായി. 3 മണിക്ക് ഉള്ള ഒരു തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. അത്ര വലിയ തിരക്കില്ല. ഞാൻ രാവിലെ എന്നോട് പാസ് ചെയ്തപ്പോൾ ഇവിടെ ഒരു മനുഷ്യനില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം കഴിക്കാനുള്ളൊരു സമയമായതുകൊണ്ടായിരിക്കും ഇപ്പോൾ കൂടുതൽ ആൾക്കാർ വരുന്നത്. പിന്നെ കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇതുണ്ടോ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു 5-6 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയൊരു സംഭവമാണ് ഇത്, അടിപൊളിയാണ്. പിന്നെ നമ്മുടെ സിംഗപ്പൂരിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംഗപ്പൂരിൽ എന്തെങ്കിലും ഷോപ്പിംഗ് മാളിൽ അല്ലേ ഈ മാക്ഡൊണാൾഡ്സ് ഒക്കെ കൂടുതലും നമുക്ക് കാണുന്നത്. അപ്പം ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ നമ്മൾ കഴിക്കുന്ന ഒരു സംഭവം, അത് കൂടുതലും നമുക്ക് ഇങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നത്. സിംഗപ്പൂരിൽ അത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അവിടുത്തെ ടേബിളിൽ ഇതിൻ്റെ മാനേജറാണെന്ന് തോന്നുന്നു വന്നിട്ട് ഇങ്ങനെ ഒരു പ്രൊമോഷനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഫ്ലയറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവർ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തായിരിക്കും. അതൊരു ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് പരിചയമാകാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ഇങ്ങനത്തെയൊക്കെ ഒരു വെൽക്കമിങ് ആയിട്ടുള്ള ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് വന്നു കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു ട്രെയിലാണ് കൊണ്ടിട്ടുള്ളത്. ഇതാണ് സംഭവം, ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഗൈസ്, നമുക്കിതാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. മാക്കഫേ എന്ന് ഞാനൊരു ഹോട്ട് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് അടിപൊളിയല്ലേ? ആഹാ, അടിപൊളി, ഭയങ്കര ടേസ്റ്റാണല്ലോ. അത് ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ്.
എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതായത് സിംഗപ്പൂരിലെ മാക്ഡോണൾഡ്സും കേരളത്തിലെ മാക്ഡോണൾഡ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ തന്നെയല്ല നമ്മളിതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. സിംഗപ്പൂരിലെ മാക്ഡോണൾഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വികാരമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ കേരളത്തിലും മാക്ഡോണൾഡ്സ് എത്രത്തോളം പോപ്പുലറാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ കൂടുതലും കാണുന്നത് KFC ആണ്. മാക്ഡോണൾഡ്സ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഇത് മാത്രമേ ഉള്ളൂ. അയ്യോ ഗൈസ്, ഇവിടുത്തെ കറണ്ട് പോയി. ഇത് പാട്ടെല്ലാം നിന്നു. ഇനിയിപ്പോൾ ഇത് ഞാനൊരു ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഹോട്ടൽ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കറണ്ട് വരുമായിരിക്കും. അപ്പോൾ ഗൈസ്, ഇതേ നമ്മുടെ സാധനങ്ങൾ എത്തിയിരിക്കുന്നു. ഇതാണ് മാക് സ്പൈസി ഫ്രൈഡ് ചിക്കൻ. അതിങ്ങനെ ഒരു ചെറിയൊരു കവറിലാണ് കേട്ടോ വരുന്നത്. പിന്നെ മാക് സ്പൈസി ചിക്കൻ ബർഗർ, നമ്മുടെ സിംഗപ്പൂരിലുള്ള അതേ കവറാണ്. നമുക്കിത് രണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇതെങ്ങനെയാണ് സംഭവം ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ മാക് സ്പൈസി ഫ്രൈഡ് ചിക്കൻ ഒന്ന് കഴിച്ച് നോക്കാം. ഇത് KFC പോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. നമ്മുടെ സിംഗപ്പൂരിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ. അയ്യോ, ഒരു പ്രത്യേക ഒരു ഇന്ത്യൻ ടേസ്റ്റ്. പക്ഷെ എനിക്ക് KFC ഒക്കെ പോലെയാട്ടോ എനിക്ക് തോന്നിയത്. ഇതുണ്ടോ എനിക്ക് ഭയങ്കര സ്പൈസി കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടോ? ഇതെല്ലാം ചുമന്നിരിക്കുന്നില്ലേ? അതെന്തോ ചില്ലി പോലത്തെ സാധനമാണത്. സ്പൈസിയാ. അയ്യോ, സ്പൈസി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല. ഓ, ഭയങ്കര സ്പൈസി, ഒരു രക്ഷയില്ല. ഇനി നമ്മുടെ മെയിൻ ഐറ്റം എടുക്കാം ഗൈസ്. ഇതാണ് ഇവിടുത്തെ ബർഗർ. ഇതുണ്ടോ? ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാവേ. ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതുണ്ടോ? ചിക്കൻ ഇങ്ങനെയാണ് വരുന്നത്. പടത്തിൽ കാണിച്ചത് റൗണ്ടാണ്, പക്ഷേ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. പിന്നെ ഈ ബണ്ണുണ്ടല്ലോ, ബണ്ണിൻ്റെ അകത്ത് ഇച്ചിരി മയോനൈസും എന്തോ ക്യാബേജൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല മുരിഞ്ഞ ഒരു ബണ്ണാണ് കേട്ടോ. ഇതുണ്ടോ? ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് കേരളത്തിലെ മാക്ഡോണൾഡ്സിൻ്റെ ബർഗർ. അതായത് ഈ ബണ്ണെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ ഒരു ബണ്ണിൻ്റെ ടേസ്റ്റാണ്. കാരണം ഇതുണ്ട്, ഇത് നല്ലപോലെ മൊരിഞ്ഞ് ആണ് ഇരിക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു നമ്മുടെ സിംഗപ്പൂരിലെ ബർഗറിൻ്റെ അതേ ഒരു ടേസ്റ്റ് എനിക്കിവിടെ കിട്ടുന്നില്ല. എനിക്ക് ഇവിടുത്തെ ഒരു ബണ്ണും ഇവിടുത്തെ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ രണ്ട് കമ്പാരിസനാണ് കാണുന്നത്. സിംഗപ്പൂരിലെ ബർഗറും കേരളത്തിലെ ബർഗറും എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കേട്ടോ. അതിൻ്റെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഈ കാബേജൊക്കെ ഉണ്ടല്ലോ, അത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇവർക്ക് മാക്ഡോണൾഡ്സിന് ഇവിടെ ഇന്ത്യയിൽ ഈ ഒരു കാബേജ് വലിയൊരു തോട്ടം തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങളതിൻ്റെ വീഡിയോസൊക്കെ കണ്ടില്ലെങ്കിൽ ചുമ്മാ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ഏത് സംഭവം ചെയ്ത് കഴിഞ്ഞാലും, അതിപ്പോൾ ഫുഡ് ആയിക്കോട്ടെ, ഏതെങ്കിലും പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം നമ്മളിവിടെ പടത്തി കാണിച്ച അതേ ബർഗറല്ല നമുക്കിവിടെ കിട്ടിയത്. അതായത് ഇപ്പോൾ ഇത് കേരളത്തിലെ ബർഗറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ചിക്കൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതെനിക്കൊരു മാക്ഡോണൾഡ്സിൻ്റെ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് വരുന്നില്ല. എനിക്കിത് KFC ചിക്കൻ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇവിടെ വരുന്ന ഭൂരിഭാഗം കസ്റ്റമേഴ്സും NRIs അല്ലെങ്കിൽ വെളിയിൽ പോയി ബർഗറൊക്കെ കഴിച്ചിട്ടുള്ള ഒരു ആൾക്കാരാണ്, എസ്പെഷ്യലി മാക്ഡോണൾഡ്സ്. അപ്പോൾ അവർക്ക് ഈ മെനുവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെയാണ് ഓർഡർ ചെയ്യുന്നത്. പക്ഷേ ഡെലിവറി ചെയ്യുന്നത് ഇങ്ങനെ. ഞാൻ ഇതുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എനിക്ക് ഫുഡ് അത്രയും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഭയങ്കര സ്പൈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്പൈസിയാണ്. പക്ഷേ ഇവിടുത്തെ ആംബിയൻസും പിന്നെ ആ ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫും ഒക്കെ ഭയങ്കര നല്ലതാണ്.
അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഫുഡ് എനിക്ക് തോന്നുന്നത് ഒരു ബണ്ണൊക്കെ ഇച്ചിരി കൂടെ ഭയങ്കര മൊരിഞ്ഞാണ് ഇരിക്കുന്നത്, സോഫ്റ്റ്നെസ് ഇല്ല. പിന്നെ ചിക്കൻ ഈ പറഞ്ഞ പോലെ എനിക്കതൊരു മാക്ഡോണൾഡ്സിൻ്റെ ചിക്കനായിട്ട് എനിക്കത് തോന്നിയില്ല. അപ്പോൾ കേസിൽ ഞാൻ കഴിച്ചെല്ലാം കഴിഞ്ഞു. ഇതുകൊണ്ട് അവർ എൻ്റെ ട്രേ ഒക്കെ എടുത്തുകൊണ്ട് പോയി കേട്ടോ. ഇവിടെ നമുക്ക് ട്രേ കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ മെനു. ഇഷ്ടംപോലെ മെനു ഉണ്ട്. ഇതുണ്ടോ പ്രീമിയം ചിക്കൻ ബർഗർ, പിന്നെ പനീർ ബർഗറൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി. ഇതുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 സാധനം കൂടെ മേടിച്ചു കേട്ടോ. അത് ഞാൻ ടേക്ക് അവേ എടുത്ത് വീട്ടിൽ പോയി കഴിക്കാം. ഇതുണ്ട്. ഇവിടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരത് എനിക്കൊന്ന് സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. പിന്നെ ഇവിടെ ഒരു ഫീഡ്ബാക്ക് കൗണ്ടറുണ്ട്. പിന്നെ ഇതുകൊണ്ട് ഇവിടെയാണ് ഒരു കിച്ചൺ. പിന്നെ ഇതുകൊണ്ട് ഒരു മെക്കഫേ. നമ്മുടെ അവിടെ കാണുന്ന അതേ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് ഫുഡൊക്കെ ഇതാട്ടോ വരുന്നത്. ഓക്കെ, ശരി. ഇതുകൊണ്ട് ഇവിടെ മലയാളത്തിലൊക്കെ എഴുതിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ 2 പീസ് ചിക്കൻ ഷെയർ, അത് തന്നെ മലയാളത്തിൽ എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ടേക്ക് അവേ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ആ ഫ്രൈസും പിന്നെ ഒരു ക്രിസ്പി ചിക്കനും. ഇത് ആക്ച്വലി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇത് 1 വർഷമായിട്ട് ഇത് തുടങ്ങിയിട്ട്. ഇപ്പം അതായത് ഡിസംബർ 23-ന് 1 വർഷമായി. ഇതുണ്ടോ, ഈ കാണുന്നതാണ് ഈ ഒരു ബിൽഡിങ്. അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ ഈ പാർക്കിംഗ് നേരെ ഈ താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ പാർക്കിംഗ് ഉണ്ട്. ഡ്രൈവ് ത്രൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിലൂടെ ഇങ്ങനെ കയറിയിട്ട് നമ്മളിതുണ്ട് അപ്പുറത്തൂടെ നമ്മളിങ്ങനെ ഇറങ്ങും. കൊള്ളാം. ഇതുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബോർഡ് നമുക്ക് അങ്ങ് ദൂരെ നിന്ന് അവരെ കാണുകയും ചെയ്യാം. ഇത് രാത്രിയിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാണ്. എനിക്ക് ഈ ബിൽഡിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയാണ്. ഫുഡ് കുഴപ്പമില്ല. പിന്നെ ആ ബണ്ണ് ഇച്ചിരി മുരിഞ്ഞു പോയി. അത് അവർ പറഞ്ഞു എന്തോ ഇച്ചിരി മുരിഞ്ഞാണ് ഇരുന്നതെന്ന് പറഞ്ഞു. ബട്ട് അതർവൈസ് എവറിത്തിങ് വാസ് വെരി ഗുഡ്. നല്ല ക്ലീനാണ്, നീറ്റാണ്, പിന്നെ ഫ്രണ്ട്ലി സ്റ്റാഫൊക്കെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, കോട്ടയത്തെയാണോ സിംഗപ്പൂരിലാണോ മാക്ഡൊണാൾഡ്സ് ഏറ്റവും അടിപൊളി? അപ്പം എല്ലാ മാക്ഡൊണാൾഡ്സും ഓരോ കൺട്രിയിലും വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ നമ്മൾ സിംഗപ്പൂരിലാണേലും നമ്മൾ നാട്ടിൽ വന്നാലും നമ്മൾ ഈ മാക്ഡൊണാൾഡ്സൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. നമ്മൾ സിംഗപ്പൂരിലെ മാക്ഡൊണാൾഡ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിഗംഭീരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. കാരണം അവിടെ ഈ പറഞ്ഞ പോലെ ജാപ്പനീസ് ടീപോട്ട് ഗാർഡൻ, പിന്നെ ഈ ടോട്ടോയ്സ് പോണ്ട്, അതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വേറൊരു ലുക്ക് ആൻഡ് ഫീലാണ് നമുക്ക് കിട്ടിയത്. മാക്ഡൊണാൾഡ്സിൻ്റെ അകത്തെ സെറ്റപ്പൊക്കെ നോർമലാണ്. പിന്നെ നമ്മളവിടെ ചെന്നത് ഒരു ലഞ്ച് ടൈമിലാണ്. ലഞ്ച് ടൈമിൽ നമ്മളവിടെ നേരെ ബർഗറെല്ലാം നമ്മൾ ചൂസ് ചെയ്ത് നമ്മൾ ബർഗറൊക്കെ എടുത്തു. സിംഗപ്പൂരിലെ മാക്ഡൊണാൾഡ്സും കേരളത്തിലെ മാക്ഡൊണാൾഡ്സും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ആ ടേസ്റ്റിനൊരു വേറൊരു വ്യത്യാസമുണ്ട്. മെനു ഒക്കെ ഏകദേശം ഒരു സെയിം ആണെങ്കിലും ടേസ്റ്റ് ഇച്ചിരി വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് ഈ മാക്ഡൊണാൾഡ്സ് എന്ന് പറയുന്നത് അതൊരു വികാരമാണ്. കാരണം ഫുഡൊക്കെ നമ്മൾ നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യും. നമ്മളിവിടെ ആക്ച്വലി മാക്ഡൊണാൾഡ്സ് സിംഗപ്പൂരിലെ ഇന്ത്യയിലെ നമ്മൾ കമ്പയർ അല്ലേ ചെയ്യുന്നത്, നമ്മൾ ആക്ച്വലി എക്സ്പീരിയൻസ് ആണ് ചെയ്യുന്നത്. ഒരു ബ്രാൻഡ് പല കൺട്രീസിൽ ചെന്ന് കഴിയുമ്പം അവിടുത്തെ ആ ഒരു കൺട്രി ആയിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടാണ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് നമ്മൾ നോക്കുമ്പം ലോക്കൽ ടേസ്റ്റ് വരും, ലോക്കൽ ഫ്ലേവേഴ്സ് വരും. അങ്ങനെയാണ് ഓരോ പ്രൊഡക്റ്റും ഓരോ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് സിംഗപ്പൂരിലെ മാക്ഡൊണാൾഡ്സും നാട്ടിലെ മാക്ഡൊണാൾഡ്സും? അടിപൊളിയല്ലേ? അപ്പം എനിക്ക് 2 മാക്ഡൊണാൾഡ്സും ഇഷ്ടപ്പെട്ടു. കാരണം നാട്ടിലെ മാക്ഡൊണാൾഡ്സ് അതിൻ്റെ വേറൊരു ഫ്ലേവറാണ്. സിംഗപ്പൂരിലെ മാക്ഡൊണാൾഡ്സ് ഇവിടുത്തെ ഒരു ഫ്ലേവറാണ് വരുന്നത്. എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പം I will see you guys later. This is Tony Chan, Singapore, signing out. Bye.